ഇന്നങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ 5 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ എല്ലാം ഗുഡ് ന്യൂസ് ആയിരുന്നു. നേഴ്സ് വന്ന് ചെക്ക് ചെയ്ത് ഇവൻ്റെ ഗ്ലൂക്കോസ് ലെവലെല്ലാം നോർമലാണ്. പിന്നെ എൻ്റെ റിക്കവറിയും നന്നായിട്ടാണ് പോണത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമരത്തിൽ പങ്കെടുക്കും, ലാത്തി ചാർജിൽ പെടും, അതിനുശേഷം പോലീസ് പിടിക്കും, ഇടി കിട്ടും. അപ്പൊ ചിരി, വിഷമം, സന്തോഷം, സങ്കടം, ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിലുള്ള സന്തോഷമൊക്കെ ഒരു മിനിറ്റിൽ മുഖത്ത് ഇങ്ങനെ മിന്നി വായുന്നത് കാണാം. പിന്നെ ഞാനായിട്ട് കണ്ടുപിടിച്ച കുറച്ച് ഭാവങ്ങളും ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഭാവങ്ങളും ഇഷ്ടംപോലെ പുള്ളിക്കുണ്ട്. ഇന്ന് യുവാന് ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു അപ്ഗ്രേഡ് കിട്ടിയ ദിവസമാണ് കേട്ടോ. ജനിച്ച് പുള്ളി മറ്റേ റേഡിയൻ വാമറിലാണ് പുള്ളിനെ ആദ്യം കടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം പുള്ളിയുടെ ഗ്ലൂക്കോസ് കുറച്ച് ലോ ആയിരുന്നല്ലോ, അതെല്ലാം പുള്ളി പിക്ക് ചെയ്തു. അതിനുശേഷം ഇന്ന് പുള്ളിനെ റേഡിയൻ വാമർന്ന് ക്രിബിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ പിള്ളേരുടെ റേഡിയൻ വാമർ തന്നെ പറയാ തോന്നുന്നു കേട്ടോ. ഇവിടെ അവരിങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ടേം കണ്ടതാണ്. തെർമൽ ആയിട്ടുള്ള ഒരു ബെഡ്, ഒരു ഹീറ്റിംഗ് സപ്പോർട്ട് ബോഡിക്ക് കൊടുക്കുന്നത് പോലെ നോർമൽ ബോഡി ടെമ്പറേച്ചറിലോട്ട് ഇവരുടെ ന്യൂ ബോണിന്റെ ബോഡി ടെമ്പറേച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ടെമ്പറേച്ചർ സപ്പോർട്ടുള്ള ഒരു സിസ്റ്റം. എനിക്കിതൊക്കെ പുതിയ ടേമല്ലേ, ഇതന്നെ തോന്നുന്നു കറക്റ്റായിട്ട് പറയാം. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് പുള്ളിയുടെ ഗ്ലൂക്കോസ് പെർഫോമൻസും അതിൻ്റെ ഒപ്പം തന്നെ ടെമ്പറേച്ചർ പെർഫോമൻസും അടിപൊളിയായത് കാരണം പുള്ളിക്ക് ഫസ്റ്റ് അപ്ഗ്രേഡ് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു കുട്ടി ക്രിബിലോട്ട്. ഇതിലൊരു ചെറിയ പാക്കേജ് പോലെ ഒരു പൊതിഞ്ഞ് കടത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഒരു ചെറിയ ക്രിബില് അല്ലെങ്കിൽ ഒരു ബാസ്നറ്റിൽ കടത്തേണ്ടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോയി. ഇവിടെ ഡോക്ടേഴ്സിന്റെ ടീം വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം, ഇവന്റെ ബിൽറൂബിൻ കൗണ്ടും കൂടെ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 12 മണിയാകുമ്പോഴേക്ക് ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വരും. ബാക്കി ഇവന്റെ റിഫ്ലക്സസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഗ്ലൂക്കോസിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തു. ബാക്കി എന്തൊക്കെയോ ജനിച്ച ന്യൂ ബോണിനുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോന്നോരോന്നും എണ്ണി പറയണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്തു. ചില ടെസ്റ്റ് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വരുള്ളൂ കേട്ടോ. അപ്പൊ അതിനുള്ള ബ്ലഡ് ടെസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു. അപ്പൊ അതെല്ലാം ശരിയാണെങ്കിൽ 5 ദിവസത്തിന് ശേഷം 5 17-ാം തീയതി 17, 18, 19, 20, 21 5 ദിവസം. 5 ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിലാ. ഞാൻ ഈ ചുമരിന്റെ ഉള്ളിലാണ് കഴിഞ്ഞ 5 ദിവസം. എനിക്കുണ്ടല്ലോ അങ്ങനെ കിളി പോയ അവസ്ഥ. മറന്നുപോയി ഞാൻ മുന്നത്തെ പോലെ. പിന്നെ പുള്ളി ശബ്ദത്തിനോട് യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടതിനെ കേട്ടിട്ടോ. അപ്പോൾ ഞാൻ 5 ദിവസമായിട്ട് ഈ ചുമരിന്റെ അകത്താണ്. എനിക്ക് കിളി പോയ അവസ്ഥയായിരിക്കുന്നു. ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് അറിയായിരുന്നു. എനിക്കിപ്പോ എന്റെ ഫിസിക്കൽ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഞാനിങ്ങനെ ഓൾമോസ്റ്റ് റിക്കവറായി വന്നു. ഇന്ന് നേഴ്സ് വന്നപ്പോൾ ഞാൻ അവിടെ ചമ്മറം പിടിച്ചിരിക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇപ്പൊ തന്നെ വേണ്ട, സ്ലോ ആയിട്ട് എടുത്താൽ മതിയെന്ന്. അപ്പോൾ ദൈവം സഹായിച്ച് ഞാൻ റിക്കവറിങ് ആണ്. അപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഓൾറെഡി ആയിരിക്കുന്നു. ഇവന്റെ കൗണ്ടും കൂടെ നോക്കിയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ചെയ്യും എന്നൊരു പ്രതീക്ഷ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ലോഗ് ചെയ്ത് തുടങ്ങാന്ന്. കാരണം ഐ എം കമ്മിങ് ഹോം. വിഷ്ണുവാണോ സ്റ്റാൻഡാണോ? I'm coming home. അപ്പോൾ പുള്ളി ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസത്തെ വ്ളോഗിങ് എനിക്ക് ഒരിക്കലും മിസ് ചെയ്യണ്ട. അപ്പൊ ഞാൻ രാവിലെ എണീറ്റു, ഇവനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാല് പമ്പ് ചെയ്തു. കുറച്ച് എന്തൊക്കെയോ ആപ്പിള്, എഗ്ഗ്, ഓറഞ്ച് ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബെഡിൽ ഇരുന്ന് വെച്ചു നല്ല വെച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. വീട്ടിൽ നമ്മൾ രാഗിദോശയും കടലയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിക്കാം. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ എൻ്റെ ഇൻട്രോ എന്ന് പറയട്ടെ. വെൽക്കം ടു yet another episode of Tani Malayalis Prahasanam with Yuvan. പ്രദുവും ഗീതും വന്നപ്പോൾ കൊടുന്ന ബലൂണാണ് കേട്ടോ. വെൽക്കം ബേബി ബോയ്. ഇവിടെ ഒന്നും കൂടെ ഉണ്ട്. ഇറ്റ്സ് എ ബോയ്. പിന്നെ ഇത് അൻഷിഫയും റോസും ഒക്കെ കൊടുന്നതാണ്. ഇതാണ് നമ്മുടെ ബ്രസ്റ്റ് പമ്പിന്റെ മെയിൻ ഐറ്റം കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ 2 നേഴ്സാണ് ഉള്ളത്. ഒന്ന് യുവാന് വേണ്ടിയിട്ടും ഒന്ന് എനിക്ക് വേണ്ടിയിട്ടും. ഡെയിലി ഇവർ രാവിലെ വന്ന് എൻ്റെ യുവാൻ്റെയും ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വിരിച്ചിടും കേട്ടോ, പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ട്. ഞാൻ ഡിസ്ചാർജ് ചെയ്ത് കേട്ടപ്പോൾ ഞാനൊന്ന് ലുക്കായിട്ട് വരാതെ വിചാരിച്ച് ഒന്ന് കുളിച്ച് മുടിയൊക്കെ ഒന്ന് ശരിയാക്കി ഒന്ന് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിഷ്ണുവിൻ്റെ പ്രയോറിറ്റി എന്താണ്? വിഷ്ണു കാറൊന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്ന്. വൃത്തിയിൽ കയറ്റണം കാറിലെന്ന്. അതുകൊണ്ട് വിഷ്ണു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാറ് വാഷ് ചെയ്യാൻ ഇവിടെ അടുത്തൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോവല്ലേ? ഒരു സമാധാനം ഇല്ലേ ഇന്ന്? എനിക്ക് ഭയങ്കര എനിക്കതല്ല, എനിക്ക് വീട്ടിൽ പോകുന്ന എഡ്രനാലിലെ കയറിയ പോലെ. താൻ രാത്രിയിൽ വീട്ടിൽ പോയിട്ട് ഞാൻ കഴിഞ്ഞ 5 ദിവസമായിട്ട് റൂമിൻ്റെ ഉള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റാഗി ദോശയും പിന്നെ ഉള്ളി കൊണ്ട് ഇങ്ങനെ നമ്മളൊരു മസാലക്കറി പോലെ ഉണ്ടാക്കില്ലേ, ആ ഒരു സംഗതിയും പിന്നെ ഈ ഒരു ഉണ്ടയുമാണ്. ഈ ഉണ്ട ഞാൻ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ സ്റ്റൊമക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നുല്ലോ. അതായത് എസിഡിറ്റി, പിന്നെ നമുക്കൊന്ന്
നമ്മുടെ മൊത്തത്തിലുള്ള സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമല്ലോ. ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി പിന്നെ നമ്മുടെ യൂറിനും ഒക്കെ ഒന്ന് ശരിയാവുന്നതിന് ശേഷം അമ്മ ഡെയിലി ഈ ഒരു ഉണ്ട ഒന്ന് വെച്ച് എന്നെ കൂടെ കഴിപ്പിക്കുന്നുണ്ട്. ഇതിലുള്ളത് സൺഫ്ലവർ, പംകിൻ, കാഷ്യൂ, പിസ്താഷ്യോ, വാൾനട്ട് അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു ഉണ്ടയാണ് ഈ ഒരു ഉണ്ട. ഇത് നല്ലതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ അമ്മയും പറയുന്നത് നല്ലതാണെന്ന്. അപ്പോൾ ഇത് ഡെയിലി ഒരു ഉണ്ട വെച്ച് ഞാൻ അടിച്ച് കയറ്റുന്നുണ്ട്. പിന്നെ അതും റാഗി ദോശയും. ഇത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷായി വിഷ്ണു കാറൊക്കെ കഴുകി വന്ന് ഇവര് ടെമ്പറേച്ചർ ഒന്നും കൂടെ നോക്കി ബിൽറൂബിൻ കൗണ്ടും കൂടെ നോക്കി ഓക്കെ ആണെങ്കിൽ നല്ല ഉറക്കം. അവന് ഇനി 12 മണിക്ക് അവന് എഴുന്നേക്കാൻ സാധ്യതയുള്ളൂ. എഴുന്നേക്കാൻ സമയമായില്ലേ? 12 മണിക്കാണ് എൻ്റെ അടുത്ത മിൽക്ക് ടൈം, ഫീഡിങ് ടൈം. വിഷ്ണുവിൻ്റെ സിസ്റ്റർ ഇപ്പം നാട്ടിലുണ്ട് കേട്ടോ. അതുകൊണ്ട് മോനും അവിടെ ഉണ്ട്. അവന് വീഡിയോ കോൾ വിളിച്ചിട്ട് യുവി ബോയിനെ കാണിക്കുമ്പോൾ അവൻ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നു ദാറ്റ്സ് മൈ ബ്രദർ എന്ന്. പിന്നെ ഫോണൊക്കെ ഇങ്ങനെ തലോടിയും കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു അമ്മ. അല്ല ഇവനെന്ന് നല്ല ഉറക്കാച്ചു. അവന് എന്താ അത് അവൻ്റെ അങ്ങനെയൊക്കെയുള്ള അതെ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും അങ്ങനെ. എങ്ങനെ എൻ്റെ പേര് യുവാൻ വിഷ്ണുവിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കുറേ സജഷൻസ് വന്നായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഹെമൻ്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇവൻ്റെ പേര് നമ്മൾ കംപ്ലീറ്റ്ലി തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ഉണ്ടല്ലോ ഐശ്വര്യ എന്നുള്ള പേരും വിഷ്ണു എന്നുള്ള പേരും ഒക്കെ ഇവിടെ ഡച്ച് ആൾക്കാർക്ക് പറയാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇവൻ ഇവിടെ വളർന്നൊരു കുട്ടിയായതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചും കൂടെയാണ് നമ്മൾ അധികം കോംപ്ലിക്കേറ്റ് ചെയ്യാതെ യുവാൻ വിഷ്ണു എന്ന് മാത്രം സിമ്പിളായി വെച്ച്. യുവാൻ വിഷ്ണു എന്നുള്ള തന്നെ ഇവിടെ ഉള്ളവർ പറയുന്നത് യുഫാൻ വിഷ്ണു എന്നാണ്. കാരണം ഇവിടെ വി ഫ ആയിട്ടാണല്ലോ പ്രൊണൗൺസ് ചെയ്യുക. വീട്ടിൽ പോവുകയാണെങ്കിൽ ഞാൻ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാൻ പോകുമായിരുന്നു കേട്ടോ. വിഷ്ണു ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഗ്രാജുവേഷൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുവിന് തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യണം നിർബന്ധം. നമ്മളിനി ബിൽറൂബിൻ കൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു മണിക്കൂറും കൂടെ എടുക്കും. എന്നിട്ട് പീഡിയാട്രീഷ്യൻ ഒന്നും കൂടെ വരുമെന്നാണ് പറഞ്ഞത്. ഇത് നമുക്കിവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടുന്ന ബ്രസ്റ്റ് പമ്പാണ്. നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ഈ ഒരു ബ്രസ്റ്റ് പമ്പ് നമ്മൾ റെൻറ്റിന് എടുക്കണം കേട്ടോ. കാരണം ഇത് അത്യാവശ്യം പ്രഷറുള്ളൊരു ബ്രസ്റ്റ് പമ്പാണ്. പിന്നെ ഇതിൽ പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ 1 വീക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്റ്റിമുലേഷനൊക്കെ കുറച്ചും കൂടെ നല്ലത് ഇതായിരിക്കും എന്നാണ് ഇവിടുത്തെ എക്സ്പേർട്സ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് റെൻറ്റിന് എടുക്കേണ്ടി വരും. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ എല്ലാ കൗണ്ട്സും ഗ്ലൂക്കോസ് വാല്യൂവും എല്ലാം നോർമലാണ്. വി ആർ ഫ്രീ ടു ഗോ ഹോം ടുഡേ. എൻ്റെ അമ്മ ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായി. നല്ല വാമായിട്ടൊരു വാട്ടർ ബോട്ടിൽ ഇവരുടെ ഒപ്പം ഈ ക്രിബിൽ വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്ലാങ്കറ്റിൻ്റെ മുകളിൽ വേണം വെക്കാൻ. ലാസ്റ്റ് ടൈം വിഷ്ണു വെച്ചപ്പോൾ അത് ബ്ലാങ്കറ്റിൻ്റെ കറക്റ്റ് മുകളിലല്ല, കുറച്ച് അടുത്തോട്ട് വെച്ചു. അതുകൊണ്ട് ഒരു ടെമ്പറേച്ചർ ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് നോക്കി ടെമ്പറേച്ചർ ഓക്കെ ആണെങ്കിൽ അവൻ നന്നായിട്ട് പാലും കൂടെ കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ പോകാം. ഇവിടെ ചക്കടെ വീട്ടിൽ പോകാം നമുക്ക്. ഇവിടെ നീ വീട് കണ്ടിട്ടില്ലല്ലോ. ഒരുപാട് ചണം വാങ്ങിയിട്ട് നമ്മളിവിടെ നിനക്ക് വീട് കാണേണ്ടി നിനക്ക് ഇങ്ങനെ കിടന്ന് ഉണങ്ങിയാൽ മടിയോ? പോണ്ട വിഷ്ണു, പോവാം. ഡ്രസ്സൊക്കെ മാറണ്ടേ? വിഷ്ണുവിന് ഇത്ര ഞാൻ കാര്യങ്ങളൊക്കെ ഇത്ര കാലം വാങ്ങിച്ചപ്പോഴേ വിഷ്ണുവിന് ഒന്നും അറിയണ്ടായിരുന്നിട്ടില്ല. എന്തിനത്ര ഡയപ്പർ, എന്തിനാത്ര ഡ്രസ്സ് ഇന്നെന്നോട് ചോദിക്കുക. ഡയപ്പറൊക്കെ നല്ല ബ്രാൻഡാണോ വാങ്ങിയത്? ഡ്രസ്സ് ഇത്രയേ ഉള്ളൂ. പിന്നെന്തൊക്കെയാ വിഷ്ണു? ഇത്രയും കാലം ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാം ഉണ്ടോയെന്ന്. അവൻ്റെ ഹോം ഗോയിങ് ഡ്രസ്സ് ഇടണം, എൻ്റെ ഡ്രസ്സ് ഇടണം. തനിക്കിതില്ലല്ലോ. വി ആർ ഗോയിങ് ഹോം. അപ്പം പോവാ. ബോപ്പിതോ വിഷ്ണു ഇപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്തേ ഉള്ളൂ. ഒന്നും കൂടെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ വെക്കല്ലേ, റാഷസ് വരെ ഇവിടെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണത്. ഒരു സിപ്പ് ലോക്കിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് വലുതായിരിക്കും. നമ്മുടെ ഡിസ്ചാർജിൽ വീണ്ടും ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നിരിക്കുകയാണ്. കാരണം നമ്മൾ എത്തുമ്പോഴേക്ക് ക്രാംസോർക്ക് നമ്മുടെ വീട്ടിൽ വേണം. അതായത് പൊതുവെ ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ച് നമ്മൾ ഫസ്റ്റ് ടൈം പേരൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയുടെ അധികം കാര്യങ്ങളൊന്നും നോക്കാനോ ചെയ്യാനോ അറിയുന്നുണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിൽ പോകുമ്പോഴേക്ക് കുറേ കാലമായിട്ട് ഞാൻ പറയാറില്ല ക്രാംസോർഗ് ഇല്ലേ,
ക്രാംസോർക്ക് വീട്ടിലെത്തും. പക്ഷേ ഇപ്പം നമ്മൾ ഈവനിങ് ഒരു 5 മണിക്ക് ശേഷം ഡിസ്ചാർജ് ആവുകൊണ്ട് ക്രാംസോർക്കിൽ നിന്ന് ഈവനിങ് വീട്ടിൽ വരാനായിട്ട് പറ്റില്ല. അപ്പം നമ്മളും ഫസ്റ്റ് ടൈം പേരൻസ് ആവുകൊണ്ട് ക്രാംസോർക്ക് ഇല്ലാതെ നമ്മൾ വീട്ടിൽ പോയി ആദ്യത്തെ ഒരു രാത്രി നമ്മൾക്ക് എത്ര ഈസി ആയിരിക്കും എന്നൊരു കൺഫ്യൂഷൻ ഇവിടെ ഇവനെ ചെക്ക് ചെയ്ത നേഴ്സസ് ഒക്കെ പറയാൻ വേണ്ടി തുടങ്ങി. അപ്പം നമ്മളും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ. വീട്ടിൽ അമ്മയുണ്ട്, ദീപ ചേച്ചിയുണ്ട്. പക്ഷെ എന്നാലും നീതു ചേച്ചിയൊക്കെ വിളിച്ചിട്ട് പറയാൻ തുടങ്ങി ക്രാംസോർക്ക് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ നല്ലത്, നിങ്ങൾ ഒരു നൈറ്റും കൂടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. നമ്മളൊന്ന് വീട്ടിൽ പോകണില്ല. കാരണം നമ്മൾ നേരെ രാത്രിയിലോട്ടാണല്ലോ എൻ്റർ ചെയ്യുന്നത്. നമ്മളൊരു കുറേ സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബാസ്നെറ്റ്, ക്രിബ്, പിന്നെ അതേപോലെ തന്നെ രാത്രി ഇവരെ ഉറക്കുന്നതിലെ പല പല രീതികളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അമ്മ ഉണ്ട് വീട്ടിൽ, പക്ഷെ എന്നാലും നമ്മളിപ്പോൾ നാട്ടിലുണ്ടായിരുന്ന രീതികളെക്കാളും ഒരുപാട് വ്യത്യാസമാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പഠിപ്പിക്കുന്ന രീതി തന്നെ. അപ്പോൾ ക്രാംസോർക്കൊന്നും വരില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള നേഴ്സ് തന്നെയാണ് പറഞ്ഞത് ഫസ്റ്റ് ടൈം പേരൻസ് ആവുകൊണ്ട് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല അവർക്ക് നമ്മളെ വീട്ടിലോട്ട് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ അവർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 8 മണിയാകുമ്പോഴേക്ക് ക്രാംസോർക്ക് വീട്ടിലെത്തും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നീ ചേച്ചീനെയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ അതാ പറഞ്ഞ ഇവൻ്റെ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ ഒരു നൈറ്റും കൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇങ്ങോട്ട് കിട്ടിയതാണല്ലോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാമെന്ന്. പക്ഷെ ഒറ്റ പോസിറ്റീവ് കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പീഡിയാട്രിക് സെഷനിലാവുകൊണ്ട് വിഷ്ണുവിന് രാത്രി സ്റ്റേ ചെയ്യാനോ ഇതേ ഉറപ്പന്നെയായിരുന്നു നേരത്തെ. ഇവിടെ വിഷ്ണുവിന് സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നല്ലോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മുകളിലോട്ട് മാറ്റാമെന്ന് ഒരു ചെറിയൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിഷ്ണുവിന് അകത്ത് നിൽക്കാം. എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്നിട്ട് തലയ്ക്ക് പ്രാന്ത് വരാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ഈ നാല് ചുമരിൻ്റെ അകത്ത് നിന്നിട്ട് എനിക്കിങ്ങനെ ഒന്നും ചെയ്യാനില്ലല്ലോ. കുറേ എന്തൊക്കെ പറയാം മൊബൈലിൽ കാണുന്നുണ്ട്. എനിക്ക് റീൽസൊക്കെ സ്ക്രോൾ ചെയ്ത് ഛർദ്ദിക്കാൻ വരുന്നത്. എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്കാണെങ്കിൽ അത്ര ക്ഷീണമില്ല, അത്ര ഒരു വയ്യായി അങ്ങനെ ഫീൽ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ഒരു പേഷ്യൻ്റ് ആയൊരു ഫീലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് മാടിക്കെട്ടി, ഞങ്ങളങ്ങനെ പറയും മാടിക്കെട്ടാന്ന്, മുടിയൊക്കെ ഒന്ന് മാടിക്കെട്ടി ഞാനൊന്ന് മേലെ കഴിക്കുക, ഒന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോഴേക്ക് അമ്മയും അച്ഛനും വരാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ഈ ഒരു കാര്യങ്ങളിൽ ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല. ഒന്നുമില്ല. ഞാൻ കിടന്നുറങ്ങും, വിഷുവിടെ കിടന്നുറങ്ങും, ഇവരുടെ ഡൈപ്പർ മാറ്റും, അങ്ങനെയൊക്കെ ആയിട്ട് ദിവസം കൊണ്ട് തീരും. നാളെ രാവിലെ നമുക്ക് ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. കമ്മിങ് ഹോം നടക്കുമോ? അപ്പോൾ ഇന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇടയിൽ പ്രതു വിളിച്ച് നമുക്കൊരു ഭയങ്കര മോട്ടിവേഷൻ തന്നായിരുന്നേ. നമ്മൾ കുറച്ചൊക്കെ പ്രിവിലേജ്ഡ് ആവുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ക്രാംസോർക്ക് വീട്ടിൽ വരിക, രാത്രി സേഫ് ആയിരിക്കുമോ അങ്ങനെ കൂടുതലൊക്കെ ചിന്തിക്കുന്നത്. എത്ര ആൾക്കാർ ഈ ഒരു രാജ്യത്തും ഈ ഒരു ലോകത്തും പ്രസവിക്കുന്നു, രാത്രി തന്നെ കുട്ടീനെ സ്വന്തം നോക്കുന്നു. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ചിന്തിക്കേണ്ട. എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വീട്ടിലേക്ക് വരാൻ നമുക്കതിനുള്ള വഴികൾ വീട്ടിലുണ്ടാക്കാന്നുള്ളൊരു മോട്ടിവേഷൻ പ്രതുവിൻ്റെ നിന്ന് കിട്ടിയതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. വിഷ്ണുവിന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. നമ്മൾ പോകണോ, ഇരിക്കണോ, നിൽക്കണോ, ചാടണോ എന്നൊക്കെ. പക്ഷേ അവസാനം കൺഫ്യൂഷൻ്റെ ഒടുവിൽ നമ്മൾ തീരുമാനിച്ചു നമ്മൾ വീട്ടിൽ പോവുകയാണ്. അവിടെ അമ്മയും ദീപ ചേച്ചിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇന്നൊരു രാത്രി കഴിഞ്ഞാലും നാളെ മറ്റന്നാൾ രാത്രിയൊക്കെ നമ്മൾ തന്നെ വേണം ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ മിഡ് വൈഫിനെ വിളിച്ചു പറഞ്ഞോളൂ. സംഗതി എന്താണെന്നറിയോ, പെട്ടെന്ന് ഡിസ്ചാർജ് ആവണം, ക്രാംസോർക്ക് വരില്ല, ഇവിടെ നിൽക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാലോ വിഷ്ണു കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന വെറീഡ് ആവുന്ന ആളാണ്. അപ്പോൾ വിഷ്ണുവിന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു നിൽക്കണോ, പോകണോ, നിൽക്കണോ, ഇരിക്കണോ എന്നുള്ളതൊക്കെ. അങ്ങനെ അവസാനം നമ്മൾ തീരുമാനിച്ചു വീട്ടിൽ പോവുകയാണ് എന്നുള്ളത്. ഇന്നൊരു രാത്രി നമുക്ക് ഹെൽപ്പ് കിട്ടിക്കഴിഞ്ഞാലും നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ തന്നെ വേണം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഓരോ രാത്രിയും വലിയ വിഷ്ണുവിനെ ഇത്ര പാനിക്കായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് കാണാറുള്ളതാണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ വിഷ്ണു ഭയങ്കര ടെൻഷൻ അടിക്കും. ഓരോ ആൾക്കാർ ഓരോ നേച്ചറായിരിക്കുമല്ലോ. കുറച്ച് നേരം സമയം കൊടുത്താൽ മതി പുള്ളി തന്നെ ഗെറ്റ് ബാക്ക് ചെയ്തോളും. നല്ലൊരു ഗുഡ് ഫീലിൽ നമുക്കിനി സന്തോഷമായി വീട്ടിലോട്ട് പോവാം അല്ലേ. മറ്റേ പുലിവാൽ കല്യാണത്തിൽ ജഗതി എൻഗേജ്മെന്റ് റിങ് ഇടും, ഊരി ചെയ്യില്ല. നേരത്തെ ഡ്രസ്സൊക്കെ ഇട്ടതായിരുന്നു, അത് ഊരി. ഇപ്പോൾ നമ്മൾ വീണ്ടും ഡ്രസ്സ് ഇടണം വീട്ടിൽ പോവാൻ. വീട്ടിൽ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് പാക്കിംഗ് ഒന്ന് തീർക്കാം കേട്ടോ. ഒരു 5-6 ദിവസമായിട്ട് ഇവിടെ ആവുകൊണ്ട് സാധനങ്ങളെല്ലാം ഇവിടെ പരന്ന് കിടക്കുകയാണ്. എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി പാക്ക് ചെയ്യണം. ഇവിടെ വെച്ച് മറന്ന് ഇനി തിരിച്ചു വരാനുള്ളൊരവസ്ഥ വയ്യ. അതുകൊണ്ട് നോക്കി എല്ലാം ഒന്ന് എടുത്തു വെക്കട്ടെ. എനിക്കിവിടെ ഹോസ്പിറ്റലിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഈ ഒരു ഫാനായിരുന്നു. എനിക്ക് ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് അധികം അങ്ങനെ ഒരു ഫോഴ്സിലൊരു ഫാനല്ല. അതുകൊണ്ട് തന്നെ നേരെ എൻ്റെ മുഖത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ യുവിയുടെ അടുത്തോട്ട് അത് എത്തുകയില്ല.
അപ്പോൾ എന്തായാലും അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇവിടെ വന്ന കുറേ നേഴ്സ് ചോദിച്ചു ഇത് എവിടുന്ന വാങ്ങിയ യൂസ്ഫുൾ ആണോ എന്നൊക്കെ. അവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ റൗണ്ട് കഴിഞ്ഞു. വിഷ്ണു കാർ സീറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ ആ സമയത്തിനുള്ളിൽ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് റെഡി ആവട്ടെ. ഇതെൻ്റെ കയ്യിൽ മറ്റേ IV എടുക്കാൻ വേണ്ടി ഉണ്ടായപ്പോഴുള്ള പാടാട്ടോ. ഇവർ ഒരു ഫോമൊക്കെ കൊണ്ടു തന്നു. ഫോമല്ല, ഇൻഫർമേഷൻ കൊണ്ടു തന്നു. ഫസ്റ്റ് നൈറ്റ് അറ്റ് ഹോം വിത്ത് യുവർ ബേബി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇവിടെ അധികം നമ്മളെന്താ പറയുക, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അമ്മയും അച്ഛനും കൊച്ചും മാത്രമായിട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം പേരൻസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും അധികം അറിയില്ലല്ലോ. നമ്മുടെ വീട്ടിലെ പോലെ ആവണമെന്നില്ല, നാട്ടിലെ പോലെ. അതായത് വീട്ടിൽ ഒരുപാട് ആൾക്കാരൊന്നും വേണമെന്നില്ല. വീട്ടിൽ നാട്ടിൽ നമുക്ക് കുറേ എക്സ്പീരിയൻസുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ ഫസ്റ്റ് ടൈം പേരൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുള്ളത്. ഇതൊക്കെ വായിച്ചു നോക്കണം. വിഷ്ണു ദേ കാർ സീറ്റായിട്ട് വന്നിട്ട് കേട്ടോ. വാവ്, കൊണ്ടോണ്ടേ? ഇങ്ങനെ ഞാനും വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയായി. ഇവിടെ കാർ സീറ്റ് ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. കാരണം കാർ സീറ്റ് ഉണ്ടെങ്കിലാണ് അവർ ഡിസ്ചാർജ് തരുള്ളൂ. നമ്മളോട് 2-3 നേഴ്സ് വന്ന് ചോദിച്ചു കാർ സീറ്റ് ഇല്ലേ അത് എടുത്തിട്ട് വരാൻ. ഇനി അവർ തന്നെ എടുത്ത് കൊച്ചിനെ അതിലോട്ട് വെച്ച് നമ്മൾ കാർ സീറ്റായിട്ട് വീട്ടിലോട്ട് പോകും. പ്രതുവും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് നടക്കാൻ പാടില്ല പ്രോട്ടോകോൾ പ്രകാരം. ഞാൻ വീൽ ചെയറിലിരിക്കണം. അപ്പോൾ വീൽ ചെയറിലിരുന്ന് വേണം പോകാൻ. ഇഷ്ടം തനിക്ക് പുതിയ ഡ്രസ്സ് ഇടണ്ട? പുതിയ ഡ്രസ്സ് ഇടണ്ട? വിഷ്ണുവിന് ഇപ്പോൾ ആവശ്യം എന്താണെന്ന് അറിയോ? ഇപ്പോൾ സമയം 8 മണിയായി. എങ്ങനെയെങ്കിലും 8:45 വീട്ടിലെത്തണം. 9 മണിക്കാണ് ഇവൻ്റെ നെക്സ്റ്റ് ഫീഡിങ് ടൈം. അപ്പോഴേക്ക് വീട്ടിലെത്തിയിട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങണം അല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൾ ബട്ടൺ കേട്ടോ. ബേബിന്ന് മദർന്ന് എഴുതിയത് കണ്ടോ? ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ അവർ ഒരു 2-3 മിനിറ്റിൽ തന്നെ വന്ന് എന്നെയും അല്ലെങ്കിൽ മോനെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഹലോ പെഡു. 6 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഇന്ദു ചൂടാൻ തിരിച്ച് വീട്ടിലോട്ട്. ഇന്ദു ചൂടനെയും കൊണ്ട് വീട്ടിലോട്ട്. ഒരു അരമണിക്കൂർ സമയം കൊടുത്തപ്പോൾ വിഷ്ണു ഓക്കെ ആയിട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് വിഷ്ണുവിന് ഇങ്ങനെ കുറച്ച് പാനിക്കാവുന്ന സ്വഭാവം ഉണ്ടെന്നും എനിക്കാണെങ്കിൽ അതൊട്ടും വരാത്തൊരു സ്വഭാവം ഉള്ളതും കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ട്രൈ ചെയ്തായിരുന്നു ഈ ഒരു ഫേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അതിൽ നമുക്ക് ഏറ്റവും വർക്കൗട്ട് ആയിട്ടുള്ള കാര്യമാണ് 2 പേർക്കും 2 പേരുടെ സ്പേസ് കൊടുക്കുക എന്നുള്ളത്. വിഷ്ണു പാനിക്കായി കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ ഒരു കാര്യത്തിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂറിൽ പുള്ളി തിരിച്ചു വരും. ഞാനിരുന്ന് വർത്താനം പറയാനോ എൻ്റെ സ്വഭാവത്തിലൊരു ചേഞ്ച് കൊണ്ടുവരികയോ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് അതും കൂടെ ടെൻഷനായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും വർക്കൗട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാർ സീറ്റ് ഇവിടെ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഡിസ്ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടീനെ നമ്മൾ ഒരിക്കലും കയ്യിലെടുത്തിട്ട് പോകാൻ ഇവിടെ പാടില്ല. അത് കുട്ടിയുടെ സേഫ്റ്റിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഇവിടുത്തെ റൂൾസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കാർ സീറ്റിൽ വേണം നമ്മൾ കുട്ടീനെ വീട്ടിൽ കൊള്ളാട്ടോ. കാരണം ക്യാമറയ്ക്ക് ഒട്ടും മൂവ്മെന്റ് വരുന്നില്ല. അപ്പോൾ അതൊന്നും നോക്കി ഗട്ടറൊന്നും ചാടിക്കാതെ പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല, വയറുവേദനിക്കും. ഈ വണ്ടിക്ക് ലൈസൻസ് എടുത്തിട്ടുണ്ടോ? അത്ര വെച്ചിട്ട് കാണിക്കൂ. നോക്കിട്ട് കയറിയാൽ മതി. അത്ര പോരാ. പല സ്ഥലങ്ങളിലും മൂക്കിടിക്കാൻ പോണ പോലെ ഒച്ചോട്ട് പനങ്ങിയോ? ആ, അകത്തധികം ശബ്ദമില്ലല്ലോ. ആദ്യമായിട്ട് പുള്ളിയുടെ ഫസ്റ്റ് റൈഡാണോ? അപ്പോൾ ഇനി ഇത്ര നേരം പറഞ്ഞതുപോലെയല്ല, ശരിക്കും വി ആർ കമ്മിങ് ഹോം. 5 ദിവസത്തിന് ശേഷം ഞാൻ പുറം ലോകത്തോട്ട് ഇറങ്ങിയിരിക്കുന്നു. കണ്ടോ, ഗട്ടറി അടിച്ചു. പ്രതു കമോൺ, ഗട്ടർ ഒഴിവാക്കണം. പുള്ളിയുടെ കാർ സീറ്റ് നമ്മൾ വെച്ചു, സെറ്റാക്കി. ചെറിയ മഴയുണ്ട് കേട്ടോ. പക്ഷെ മഴയത്ത് രസമുണ്ട് വീട്ടിൽ പോകാൻ. മറ്റേ ഈ സാധനം ഇല്ല. ഇതിന്റെ ആവശ്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഓ ഇഷ്ടം. ഇത് നമുക്ക് 2 പേർക്കും നമുക്ക് 3 പേർക്കും ഒരു ബിഗ് മൊമെന്റ് ആണ് അല്ലേ വിഷ്ണു? ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു നമ്മൾ 2 പേരായിട്ട്
മിക്കവാറും ഈ കാറില് ലാസ്റ്റ് റൈഡ് ആയിരിക്കും. നമ്മൾ 3 തിരിച്ച് വീട്ടിൽ പോവാണ്. ഭയങ്കര ഒരു ബിഗ് മൊമെന്റ് ആണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ വാങ്ങി റെഡിയാക്കി വെച്ചത് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ആള് വരിക. കൃത്യം 2 മിനിറ്റില് നമ്മള് വീടെത്തുട്ടോ. നല്ല ഉറക്കം വരും വീട്ടിൽ പോവാന്നൊക്കെ ആലോചിക്കുമ്പോ. ഉറങ്ങി അങ്ങോട്ട് വീഴാൻ തോന്നുന്നു എനിക്ക്. വീട്ടിലെല്ലാവരും ഉണ്ടെന്നുള്ളൊരു ചെറിയ സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, റോസിന്റെ ഡെക്കറേഷൻ തന്നെയായിരുന്നു കേട്ടോ ഇത്. നല്ല സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഗോൾഡനും വൈറ്റും തീമിലായിരുന്നു അവർ വീട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിരുന്നു എനിക്ക് തിരിച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ. കഴിഞ്ഞൊരു 5-6 ദിവസം നമ്മുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളെല്ലാം മറക്കുന്ന രീതിയിലുള്ള ഒരു ഭയങ്കര വാം വെൽക്കം ആയിരുന്നു എല്ലാവരും കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു സൈലൻ്റ് ആയിട്ടുള്ള പാർട്ടി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം ആൾക്കാർ ആരും ശബ്ദമൊന്നും ഉണ്ടാക്കണ്ടായിരുന്നില്ല. ചെറുതായിട്ട് നമ്മുടെ ഒരു വാവാവോ വാവേവൻ നമ്മകൾ സമ്മാനം എന്നുള്ള പാട്ടില്ലേ, അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഗീതു. പിന്നെ മോനധികം ശബ്ദം പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് അധികം ശബ്ദമില്ലാത്തൊരു ഗെറ്റ് ടുഗെദർ ആയിരുന്നു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പാട്ടും പിന്നെ എല്ലാവരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഗീതുവിനെ കെട്ടിപ്പിടിച്ചതും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഇമോഷൻസ് എല്ലാം താഴെ പോയിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. പപ്പിയും മമ്മിയും എൻ്റെ അമ്മയും ഒക്കെ കരയാൻ വേണ്ടി തുടങ്ങി. വിഷമം കൊണ്ടുള്ള കരച്ചിലല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ആ പാട്ടും ആദ്യമായിട്ട് ഇവൻ വീട്ടിൽ വരലും. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ലൈഫിലെ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു വീക്കായിരുന്നു അത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറയാം, ഇപ്പം അതിനൊരു ആവതായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷവും സമാധാനവുമായിരുന്നു. ഇതുവരെ എൻ്റെ അമ്മ ഇമോഷണലാവും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അമ്മ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. അമ്മയുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ ഓരോ മൊമെൻറ്റും എനിക്ക് ഇത്രയും സെലിബ്രേറ്റ് ചെയ്ത് തരുന്നത് എൻ്റെ ചുറ്റുമുള്ള ഈ കുറച്ച് ആൾക്കാർ തന്നെയാണ്. ഇവരെ ഓരോരുത്തരെയും ഞാൻ മീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് എത്രത്തോളം ഇവരെ മിസ് ചെയ്യുമായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് ഓരോരുത്തരുടെ അടുത്തും എൻ്റെ ലൈഫിൽ വന്നതിനും എന്നെ മീറ്റ് ചെയ്തതിനും എൻ്റെ ഒപ്പം ഇങ്ങനെ ഓരോ മൊമെൻറ്റിലും ഒപ്പം നിൽക്കുന്നതിനും. നമ്മൾ ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് സെക്ഷനും കൂടെ ആയത് കാരണം വിഷ്ണുവിന് മാത്രമാണല്ലോ ഒപ്പം വരാൻ വേണ്ടി പറ്റിയത്. ആ സമയത്ത് മൊത്തം പുറത്ത് കാറിൽ ഗീതുവും പ്രതുവും റോസും അൻഷിഫയും ദിബിൻ ചേട്ടനും ശിവും എല്ലാം കാർ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലും കൂടുതൽ ഇങ്ങനത്തെ ആൾക്കാർ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ എന്ത് ബ്ലെസ്സിങ് ആണ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. ഇത് വോയിസ് ഓവർ ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റും കൂടെ ഞാൻ അത്യാവശ്യം നല്ല സന്തോഷം കൊണ്ടുള്ള എനിക്കറിയില്ല അങ്ങനത്തെ ഒരു മൊമെൻറ്റിലാണ് ഞാൻ ഇപ്പോൾ കൂടെ നിൽക്കുന്നത്. ഇതൊരു ഷോർട്ട് സൈലന്റ് പാർട്ടി ആയിരുന്നു, അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദർ ആയിരുന്നു കേട്ടോ. ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന്റെ ഇത് പറഞ്ഞിട്ട് മറ്റേ ആദ്യമൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അത് ഫിലിപ്സിന്റെ ബോട്ടിൽ വാമർ ആണെന്ന് തോന്നുന്നു. അതിൽ വാം ചെയ്തിട്ട് ഈ ഡോക്ടർ ബ്രൗണിക്ക് ഒഴിക്കേണ്ടി വരും. മോന് ആവശ്യമുള്ള അത്രയും എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ മാത്രം ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഫോർമുലയും കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഫീഡ് ചെയ്യുന്നത്. ഇന്നൊരു ദിവസം ദീപചേച്ചി ഇവിടെ സ്റ്റേ ചെയ്യണം കേട്ടോ. നാളെ രാവിലെ പോകുള്ളൂ. അപ്പോൾ ദീപചേച്ചി ശിവു ഉണ്ട് നമ്മുടെ ഒപ്പം. വീട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ള സന്തോഷത്തിൽ ഞാൻ എന്തൊക്കെയാണ് ഇവരുടെ അടുത്ത് പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ റോസും ഗീതുവും അൻഷിഫി ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവരുടെ അടുത്ത്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലും അതേപോലെ തന്നെ നമ്മുടെ ബർത്ത് വ്ളോഗിലും യൂസ് ചെയ്ത മ്യൂസിക്കില്ലേ, അത് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ ബർത്ത് വ്ളോഗിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു മ്യൂസിക്കായിരുന്നു കേട്ടോ. അത് ജിയോ ചേട്ടനാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മ്യൂസിക് നമ്മുടെ ബർത്ത് വ്ളോഗിന് ഭയങ്കര അധികം വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കമൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അത് ജിയോ ചേട്ടനെ അറിയിക്കാം. See, I think
ഒരു ലൈഫ് നമ്മളുടെ കയ്യിലൊരു ബേബി ഫോമിൽ ഒരു ലൈഫ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഹ്യൂമൻ ബോഡി സോ അമേസിങ് അല്ലേ. ഫസ്റ്റ് നമുക്ക് ഒരു ബേർത്ത്, അതിനുശേഷം ബേബി കരയുന്നതിനനുസരിച്ച് നമുക്ക് ബേബി കുടിക്കുന്നതിനനുസരിച്ച് നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ, ബേബി കരഞ്ഞാൽ നമുക്ക് നിപ്പിളിൽ പാല് വരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു സെൻസേഷൻ തോന്നുന്നു. ഇതൊക്കെ മിറാക്കിളല്ലേ. ലൈക്ക് യു ആർ റിയലി സെപ്പറേറ്റഡ് ബട്ട് സ്റ്റിൽ ആ കണക്ഷൻ നോക്ക്. പറയുമ്പോ എന്നെ കോരി സത്യം. അങ്ങനെ എല്ലാവരും പോവുകയായി. എനിക്കൊരാളുടെ പേര് എടുത്തു പറയാതെ നമ്മൾ വീട്ടിലെത്തിയ ഒരു വ്ളോഗ് എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ബർത്ത് വ്ളോഗിലെ ഓരോ ഷോർട്സും അതേപോലെ തന്നെ ഈ കാണുന്ന വ്ളോഗും എല്ലാം എനിക്ക് എടുത്തു തന്നത് അൻഷിഫയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ ഞാനൊന്നും മിസ് ഔട്ട് ചെയ്യരുതെന്ന് വിചാരിച്ച് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് വന്നിട്ടാണ് അൻഷിഫ എനിക്ക് ഈ വീഡിയോസ് എല്ലാം എടുത്തു തന്നത്. നിങ്ങൾ ചോദിക്കാറില്ല എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എൻ്റെ ജോബിന് എത്ര സപ്പോർട്ടീവാണെന്ന്. ഇതിൽ കൂടുതലൊരു എക്സാമ്പിൾ എനിക്ക് പറയാനില്ല. തിരിച്ച് ഞാനിപ്പോൾ വീട്ടിലെത്തുമ്പോഴും എനിക്ക് ഷോർട്സിനും അതേപോലെ തന്നെ ലോങ് വീഡിയോയ്ക്കും വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ഞാൻ ഒന്നും പറയാതെയാണ് ഇവരെല്ലാം ഇവരുടെ ഫോണിൽ എടുത്ത് വെച്ച് എനിക്ക് എയർ ഡ്രോപ്പ് ചെയ്ത് തന്നത്. അപ്പോൾ അത്ര എനിക്കതിൽ പറയാനുള്ളൂ. ഇതെല്ലാം ഇവരെടുത്ത ഷോർട്സാണ്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഗീതുവും അതേപോലെ തന്നെ റോസും നാട്ടിലോട്ട് പോവുകയാണ്, ഒരു 4 വീക്സ് വെക്കേഷന്. അത് കഴിഞ്ഞ് ഇനി എല്ലാവരും ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോഴൊക്കെയാണ് തിരിച്ചെത്തുള്ളൂ. അമ്മ ഒരു അമ്മമ്മയായെങ്കിലും അമ്മയ്ക്ക് അങ്ങനെ ഒരുപാട് കുട്ടികൾ നോക്കി ശീലമില്ല കേട്ടോ. അമ്മയ്ക്ക് ഞാനും രോഹിതും C-സെക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ നല്ല റെസ്റ്റ് ആയിരുന്നപ്പോൾ അമ്മമ്മയായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴും അമ്മമ്മ തന്നെയാണ് എന്നെയും രോഹിത്തിൻ്റെയും ഫുൾ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് ഇത്രയും വർഷം ഗ്യാപ്പായില്ലേ, രോഹിത്തിനിപ്പോൾ 27 വയസ്സായി. അപ്പോൾ അതുകൊണ്ട് 27 കൊല്ലമായിട്ട് അമ്മയ്ക്ക് ഇതിൽ ടച്ചൊന്നുമില്ല. ഇനിയെല്ലാം അമ്മ പഠിച്ചെടുത്തിട്ട് വേണമെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് ദീപ ചേച്ചിയുടെ സ്വാഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ അമ്മ നോക്കി ഇതേ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോൺ ഹോനായി ഇപ്പത്തെ ഐശ്വര്യന്റെ ഏറ്റവും വലിയ ഗോൾഡ് ഇതാണ്. ജോൺ ഹോനായി. നേരത്തെ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ കണ്ട അതേ ബ്രസ്റ്റ് പമ്പ് നമ്മൾ 1 വീക്കിന് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 1 വീക്കിന് ഓൾമോസ്റ്റ് 30 യൂറോൻ്റെ അടുത്ത് എന്താണ് റെൻറ്റ് വരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു ഇത് 1 വീക്കോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമ്മുടെ സാധാ ബ്രസ്റ്റ് പമ്പിനേക്കാളെന്ന്. അപ്പോൾ അതൊക്കെ റെൻറ്റിനെടുത്താണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ളത്. ഇനി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്റർ ആയിരിക്കും. നമ്മളെല്ലാവരുടെയും പ്രയോറിറ്റീസ് മാറുന്നു, നമ്മുടെ റുട്ടീൻ മാറുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറുന്നു, ചിന്തിക്കുന്ന രീതി മാറുന്നു. ഇപ്പം തന്നെ കുറേയൊക്കെ മാറി കേട്ടോ. പക്ഷെ എന്നാലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു പേരൻ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെയും വിഷ്ണുവിൻ്റെയും ആഗ്രഹം. അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ യുവി ബോയ്ക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും കേട്ടോ ദീപ ചേച്ചി. കാരണം ഞാനും വിഷ്ണുവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആദ്യമായിട്ട് ഇവിടെ കണ്ടത് ദീപ ചേച്ചിയാണ്. ഇന്ന് രാത്രിയും ഇവൻ്റെ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ദീപ ചേച്ചി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ വളർന്നു വലുതായി ഇവൻ ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ ദീപ ചേച്ചി എത്രത്തോളം ഇവൻ്റെ ബർത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇതിൻ്റെ ഭംഗി ഇവിടെ ഇതുകൊണ്ട് നിർത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.